ഇന്ന് നമുക്ക് കുറച്ച് ഫ്രേസൽ വേർബ്സ് നോക്കാം. കുറേ പേർക്കെങ്കിലും ഫ്രേസൽ വേർബ്സ് ഒരു ബുദ്ധിമുട്ടായാണ് കാണുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഫ്രേസൽ വേർബ്സ് ഉപയോഗിക്കുന്നുണ്ട്. കം ഇൻ, കം ബാക്ക്, ഗോ അവേ, ഗെറ്റ് ഔട്ട്, ഹറി അപ്പ്, സിറ്റ് ഡൗൺ, സ്റ്റാൻഡ് അപ്പ്. ഇതൊക്കെ നമ്മൾ ദിവസവും കേൾക്കുകയും പറയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ കേട്ട് പറഞ്ഞാണ് ഈ ഫ്രേസൽ വേർബ്സൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞത്. അപ്പോൾ എന്താ വേണ്ടേ? കേട്ട് പറഞ്ഞ് പഠിക്കുക. പ്ലീസ് ക്യാരി ഓൺ എന്ന് പറയുന്നത് പ്ലീസ് കണ്ടിന്യൂ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫ്രേസൽ വേർബ് നോക്കാം. പാസ് ഔട്ട്. പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ബോധം പോകുന്നതിന് പാസ് ഔട്ട് എന്നുള്ള ഫ്രേസൽ വേർബ് ഉപയോഗിക്കാറുണ്ട്. അവന് തലയ്ക്ക് അടി കിട്ടി ബോധം പോയി. ഹി വാസ് ഹിറ്റ് ഓൺ ദ ഹെഡ് ആൻഡ് പാസ്ഡ് ഔട്ട്. ഹി വാസ് ഹിറ്റ് ഓൺ ദ ഹെഡ് ആൻഡ് പാസ്ഡ് ഔട്ട്. രക്തം കാണുമ്പോൾ ഞാൻ ബോധം കെട്ടു പോകും. ഐ പാസ് ഔട്ട് അറ്റ് ദ സൈറ്റ് ഓഫ് ബ്ലഡ്. ഐ പാസ് ഔട്ട് അറ്റ് ദ സൈറ്റ് ഓഫ് ബ്ലഡ്. ഇനി വിതരണം ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നൊരർത്ഥം കൂടി പാസ് ഔട്ടിനുണ്ട്. ഈ പേപ്പറുകൾ എല്ലാവർക്കും വിതരണം ചെയ്യൂ. പാസ് ഔട്ട് ദീസ് പേപ്പേഴ്സ് ടു എവ്രി വൺ. പാസ് ഔട്ട് ദീസ് പേപ്പേഴ്സ് ടു എവ്രി വൺ. ഇനി നമ്മുടെ നാട്ടിൽ പാസ് ഔട്ടായി എന്ന് പറയുന്നത് കോളേജ് പഠിച്ചിറങ്ങി, ഞാൻ 2007 പാസ് ഔട്ടായി, ഞാൻ 2020 പാസ് ഔട്ടായി എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രയോഗം. ഗ്രാജുവേറ്റ് ചെയ്തു എന്നാണ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇങ്ങനെ പഠിച്ചിറങ്ങുന്നതിന് പാസ് ഔട്ട് എന്നുള്ള ഫ്രേസൽ വേർബ് ഉപയോഗിക്കുന്നത്. ഞാൻ 2007 പഠിച്ചിറങ്ങി. ഐ പാസ്ഡ് ഔട്ട് ഇൻ 2007. അടുത്തത് പിക്കപ്പ്. ഇതിൻ്റെ വേറെ കുറച്ച് യൂസേജസ് ഞാൻ മറ്റൊരു വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞാൻ എടുത്തു. ദ ഫോൺ റാങ് ആൻഡ് ഐ പിക്ഡ് ഇറ്റ് അപ്പ്. ദ ഫോൺ റാങ് ആൻഡ് ഐ പിക്ഡ് ഇറ്റ് അപ്പ്. പിന്നെ നമ്മൾ ഒരാളെ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര അർജൻറ്റായിട്ട് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ എടുക്ക് എന്ന് പറയത്തില്ലേ? കമോൺ പിക്കപ്പ് എന്ന് പറയാറുണ്ട് ഇല്ലേ? ഞാൻ എൻ്റെ മദർ ഇൻ ലോയുടെ അടുത്ത് നിന്ന് പഠിച്ചെടുത്ത ഒരു പൊടിക്കൈയാണിത്. പൊടിക്കൈ എന്ന് വെച്ചാൽ ടിപ്പിനാണ് കേട്ടോ പറഞ്ഞേ. ഹിയർ ഈസ് എ ടിപ്പ് ഐ പിക്ഡ് അപ്പ് ഫ്രം മൈ മദർ ഇൻ ലോ. ഹിയർ ഈസ് എ ടിപ്പ് ഐ പിക്ഡ് അപ്പ് ഫ്രം മൈ മദർ ഇൻ ലോ. നീ എവിടെ നിന്നാണ് ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് പഠിച്ചത്? അതായത് ഒരു കാര്യം വലിയ എഫേർട്ടൊന്നും കൂടാതെ പെട്ടെന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നതിനും പിക്കപ്പ് എന്ന ഫ്രേസൽ വേർബ് ഉപയോഗിക്കാം. വേർ ഡിഡ് യു പിക്കപ്പ് യുവർ ഇംഗ്ലീഷ്? വേർ ഡിഡ് യു പിക്കപ്പ് യുവർ ഇംഗ്ലീഷ്? നീ കിടക്കാൻ പോകുന്നതിന് മുൻപ് നിൻ്റെ റൂം ക്ലീൻ ചെയ്യണം. അതായത് നമ്മൾ വലിച്ചു വാരിയിട്ടേക്കുന്ന സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് അതാത് സ്ഥാനത്ത് വെച്ച് വൃത്തിയാക്കി ഇടുന്നതിനും പിക്കപ്പ് എന്ന് പറയാം. Pick up your room before you go to bed. Pick up your room before you go to bed. ട്രെയിൻ മെല്ലെ സ്പീഡ് വീണ്ടെടുത്തു. അതായത് ഒരിടത്ത് നിർത്തിയിട്ടിട്ട് നമ്മൾ ഏത് വണ്ടി എടുക്കുമ്പോഴും മെല്ലെയാണ് നമ്മൾ സ്പീഡ് പിക്കപ്പ് ചെയ്യുക. സ്പീഡ് പിക്കപ്പ് ചെയ്യുക, അതിനും പിക്കപ്പ് എന്നുള്ള ഫ്രേസൽ വേർബ് ഉപയോഗിക്കാം. ദ ട്രെയിൻ ഗ്രാജുവലി പിക്ഡ് അപ്പ് സ്പീഡ്. മെല്ലെ ഗ്രാജുവലി. ദ ട്രെയിൻ ഗ്രാജുവലി പിക്ഡ് അപ്പ് സ്പീഡ്. പിന്നെ ഇങ്ങനെ ഒരു വണ്ടിയുണ്ട്, അതായത് ഗുഡ്സൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ് പിക്കപ്പ്. വിയക്കിൾ എന്നാണ്, വെഹിക്കിൾ അല്ല. നമ്മളെല്ലാവരും മലയാളത്തിൽ എഴുതുന്നത് വെഹിക്കിൾ എന്നാണ്, പക്ഷേ വിയക്കിൾ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അതൊരു ചെറിയ കാറായിരുന്നു, പക്ഷേ നല്ല പിക്കപ്പ് ഉണ്ടായിരുന്നു. അതായത് നല്ല സ്പീഡ് കൂട്ടുന്നതിന് പവറിനും പിക്കപ്പ് എന്ന് പറയും. അതൊരു ചെറിയ കാറായിരുന്നു, പക്ഷെ നല്ല പിക്കപ്പ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ സ്മോൾ കാർ ബട്ട് ഇറ്റ് ഹാഡ് എ ഗുഡ് പിക്കപ്പ്. ഇറ്റ് വാസ് എ സ്മോൾ കാർ ബട്ട് ഇറ്റ് ഹാഡ് എ ഗുഡ് പിക്കപ്പ്. എൻ്റെ പഴയ കാറിന് നല്ല പിക്കപ്പ് ഉണ്ടായിരുന്നു. മൈ ഓൾഡ് കാർ ഹാഡ് എക്സലൻറ്റ് പിക്കപ്പ്. മൈ ഓൾഡ് കാർ ഹാഡ് എക്സലൻറ്റ് പിക്കപ്പ്. അവൻ്റെ ബിസിനസ് മെച്ചപ്പെട്ട് വരുന്നുണ്ട്, പതിയെ അത് ഗ്രോ ചെയ്ത് വരുന്നുണ്ട്.
മെച്ചപ്പെട്ടു വരുന്നുണ്ട്. ഹിസ് ബിസിനസ് ഈസ് പിക്കിംഗ് അപ്പ്. ഹിസ് ബിസിനസ് ഈസ് പിക്കിംഗ് അപ്പ്. സ്കൂൾ ബസ് രാവിലെ കുട്ടികളെ എടുക്കുന്നതിന് വൈകി. അതായത് വണ്ടിയിൽ വന്ന് കുട്ടികളെ എടുക്കുന്നതിന് പിക്കപ്പ് എന്നാണ് പറയുന്നത്. സ്കൂൾ ബസ് രാവിലെ കുട്ടികളെ എടുക്കുന്നതിന് വൈകി. The school bus was late for its morning pickup. The school bus was late for its morning pickup. അങ്ങനെ വണ്ടിയിൽ വന്ന് കുട്ടികളെയോ ആളുകളെയോ എടുക്കുന്ന ആ പോയിന്റിന് പിക്കപ്പ് പോയിന്റ് എന്ന് പറയും. പിക്കപ്പ് പോയിന്റ്. അപ്പോൾ കുട്ടികളെ തിരിച്ചിറക്കി വിടുന്ന ആ പോയിന്റിന് ഡ്രോപ്പ് ഓഫ് പോയിന്റ് എന്ന് പറയും. ഡ്രോപ്പ് ഓഫ് പോയിന്റ്. പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനും പിക്കപ്പ് എന്ന ഫ്രേസൽ വേർബ് ഉപയോഗിക്കും. മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. അവനെ പൊക്കി. He was picked up by the police for drug dealing. He was picked up by the police for drug dealing. ഇനി ബാക്കപ്പ്. അതിന് സപ്പോർട്ട് ചെയ്യുക എന്ന് അർത്ഥമുണ്ട്. റിവേഴ്സ് എടുക്കുക. നമുക്ക് നോക്കാം. നിന്റെ വണ്ടി ഒരല്പം പിന്നോട്ടെടുക്കാമോ, അതായത് അല്പം റിവേഴ്സ് എടുക്കാമോ എന്നുള്ള അർത്ഥത്തിൽ പറയാം. Back up your car a little. Back up your car a little. കുറച്ചൊന്ന് നീങ്ങി നിൽക്കാമോ പിന്നോട്ടേക്ക്? നീ എൻ്റെ അടുത്ത് വളരെ അടുത്താണ് നിൽക്കുന്നത്. നീ എൻ്റെ അടുത്തേക്ക് വളരെ ചേർന്നാണ് നിൽക്കുന്നത്. Back up, you're standing too close to me. Back up, you're standing too close to me. ഒരല്പം ഒന്ന് പുറകോട്ട് നീങ്ങി നിൽക്കണേ, അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. Back up a bit so that everyone can see. Back up a bit so that everyone can see. കമ്പ്യൂട്ടറിലെ ഫയൽസൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ അതിൻ്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കുന്നതിനും ബാക്കപ്പ് വെക്കുക എന്നാണ് പറയുന്നത്. ബാക്കപ്പ് എടുത്ത് വെക്കുക എന്ന് പറയും. ഫയൽസ് നഷ്ടപ്പെട്ടു പോകാതെ ബാക്കപ്പ് എടുത്ത് വെക്കണേ. Make sure you back up your files. Make sure you back up your files. നിന്റെ ഫയൽസ് ഒരു പെൻ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കുക. Back up your files to a pen drive. Back up your files to a pen drive. പിന്നെ നമ്മൾ പറയാറില്ലേ, ഒരു പ്ലാൻ പൊളിഞ്ഞു പോയാൽ വേറൊരു പ്ലാൻ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറയും. പ്ലാൻ എ പൊളിഞ്ഞാൽ പ്ലാൻ ബിയും കൂടെ കരുതി വെച്ചേക്കണം എന്ന് പറയും ഇല്ലേ? അതിനും പ്ലാൻ ബി എന്നുള്ളതിന് ബാക്കപ്പ് പ്ലാൻ എന്ന് പറയാം. ഓൾവേസ് ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. ഓൾവേസ് ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. അവർ നിന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തോളാം. ഈ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിനും ബാക്കപ്പ് എന്ന ഫ്രേസൽ വേർബ് ഉപയോഗിക്കാം. I'll back you up if they don't believe you. I'll back you up if they don't believe you. ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നീ എന്നെ സപ്പോർട്ട് ചെയ്യുമോ? Will you back me up if I say I never saw him? Will you back me up if I say I never saw him? എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. Thank you for backing me up. Thank you for backing me up. പിന്നെ ഈ പിന്നണി പാടുക, അതായത് ഒരു സിംഗർ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിന്ന് കുറച്ച് പേര് പാടാൻ നിൽക്കും. അവരെയും ബാക്കപ്പ് പാടുന്നവരെന്നാണ് പറയുന്നത്. അവൾ ഒരിക്കൽ AR റഹ്മാന് വേണ്ടിയിട്ട് ബാക്കപ്പ് പാടിയിട്ടുണ്ട്. She once sang backup for AR Rahman. She once sang backup for AR Rahman. നിലച്ചു പോകുക എന്ന അർത്ഥത്തിലും ബാക്കപ്പ് എന്ന ഫ്രേസൽ വേർബ് ഉപയോഗിക്കാം. ആക്സിഡൻറ്റിന് ശേഷം ട്രാഫിക് മണിക്കൂറുകളത്തേക്ക് നിലച്ചുപോയി. ട്രാഫിക് ബാക്ക്ഡ് അപ്പ് ഫോർ hours after the accident. അതായത് തടസ്സപ്പെട്ടു എന്നാണ് അർത്ഥം. അതുപോലെ കിച്ചൺ സിങ്ക് ഇപ്പോൾ വെള്ളം പോകാതെ തടസ്സപ്പെട്ട് കിടക്കുമല്ലോ, അതിന് നമുക്ക് ദ സിങ്ക് ഈസ് ബ്ലോക്ക്ഡ് എന്ന് പറയാം. ദ സിങ്ക് ഈസ് ക്ലോഗ്ഡ് എന്ന് പറയാം. അതുപോലെ ദ സിങ്ക് ഈസ് ബാക്ക്ഡ് അപ്പ് എന്നും പറയാം. ഇനി വേറൊരു ഫ്രേസൽ വേർബ് അതെല്ലാവർക്കും അറിയാം, ഗിവ് അപ്പ്. ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക.
ഒരു കാര്യം പ്രയാസമാണെന്ന് കരുതി അത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അത് ശ്രമിക്കുക പോലും ചെയ്യാതിരിക്കുക, അല്ലെ ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉപേക്ഷിക്കുക. ഇതിനൊക്കെ ഗിവ് അപ്പ് എന്ന് പറയാം. ഞാൻ എൻ്റെ ശ്രമം മതിയാക്കുകയാണ്, ഞാൻ ഈ ഭാഷ ഒരിക്കലും പഠിക്കില്ല. ഐ ഗിവ് അപ്പ്, ഐ വിൽ നെവർ ലേൺ ദിസ് ലാംഗ്വേജ്. ഐ ഗിവ് അപ്പ്, ഐ വിൽ നെവർ ലേൺ ദിസ് ലാംഗ്വേജ്. അവളങ്ങനെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകളയുന്ന ആളല്ല. ഷീ ഡസൻ ഗിവ് അപ്പ് ഈസിലി. ഷീ ഡസൻ ഗിവ് അപ്പ് ഈസിലി. ഓ, ഞാൻ ചൊല്ലിട്ടു, നീ ഇനി ഉത്തരം പറ. ഞാനിങ്ങനെ ശ്രമിക്കുന്നത്, അതായത് ഒരു ഉത്തരം ചോദിച്ചു ഒരാളോട്, അപ്പോൾ അയാൾക്ക് പറയാൻ പറ്റുന്നില്ല, കുറേ ട്രൈ ചെയ്തു. ഇനി ഞാൻ എൻ്റെ ഐ സ്റ്റോപ്ഡ് ട്രൈയിങ്, ഐ ഗിവ് അപ്പ്, ടെൽ മീ ദ ആൻസർ. ഇനി നീ ഉത്തരം പറ. ഐ ഗിവ് അപ്പ്, ടെൽ മീ ദ ആൻസർ. നെവർ സ്റ്റോപ്പ് ട്രൈയിങ് എന്നുള്ളതിന് പറയാം നെവർ ഗിവ് അപ്പ്. നെവർ ഗിവ് അപ്പ്. നീ എന്തുകൊണ്ടാണ് അവനെ ഉപേക്ഷിക്കാത്തത്? Why don't you give him up? Why don't you give him up? ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. Never give up hope. Never give up hope. ഇനി ഒഴിഞ്ഞു കൊടുക്കുക എന്ന അർത്ഥത്തിലും നമ്മൾ ഗിവ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. ഗർഭിണിയായ ഒരു സ്ത്രീക്കായി അദ്ദേഹത്തിൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ആ സീറ്റ് അവർക്കായി കൈമാറിക്കൊടുത്തു. ഹി ഗേവ് അപ്പ് ഹിസ് സീറ്റ് ടു എ പ്രഗ്നൻറ്റ് വുമൺ. ഹി ഗേവ് അപ്പ് ഹിസ് സീറ്റ് ടു എ പ്രഗ്നൻറ്റ് വുമൺ. കുറച്ചും കൂടെ റെസ്പെക്റ്റ് കൊടുത്ത് ലേഡി എന്നും പറയാം. പ്രഗ്നൻറ്റ് വുമൺ, പ്രഗ്നൻറ്റ് ലേഡി. ഒരു സ്ത്രീ, വുമൺ. ഓക്കെ, ഒരുപാട് സ്ത്രീകൾക്ക് വിമെൻ. ഞാൻ പുകവലി ഉപേക്ഷിക്കാനുള്ള ശ്രമിക്കുകയാണ്. ഐ എം ട്രൈങ് ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. ഐ എം ട്രൈങ് ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. ഞാൻ 2 വർഷം മുമ്പേ പുകവലി ഉപേക്ഷിച്ചു, മതിയാക്കി. ഐ ഗേവ് അപ്പ് സ്മോക്കിംഗ് 2 years ago. 2 years before അല്ല കേട്ടോ, 2 years ago. ഇപ്പം തൊട്ട് 2 വർഷം മുമ്പത്തെ കാര്യം ആണ് പറയുന്നത്. ഇപ്പം തൊട്ട് 2 വർഷം മുമ്പ്, 2 years ago. I gave up smoking 2 years ago. ഇനി സ്പീക്ക് അപ്പ്. അതും എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കുറച്ചും കൂടി ഒച്ചത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയുന്നതാണ് സ്പീക്ക് അപ്പ്. സ്പീക്ക് മോർ ലൗഡ്ലി എന്ന് പറയുന്നതിന് സിമ്പിളായിട്ട് പറയാം സ്പീക്ക് അപ്പ്. കുറച്ചും കൂടി ഒച്ചത്തിൽ സംസാരിക്കുമോ? ഞങ്ങൾ പിന്നിലിരിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. Could you please speak up? We can't hear at the back. Could you please speak up? We can't hear at the back. ഇനി ക്യാരി ഓൺ. ക്യാരി ഓൺ എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാം. കണ്ടിന്യൂ ചെയ്യുക, തുടരുക. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് തുടർന്നോളൂ എന്ന അർത്ഥത്തിൽ. ഞാൻ നിങ്ങളെ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചില്ല. ക്യാരി ഓൺ. ഐ ഡിഡൻറ്റ് മീൻ ടു ഇൻറ്ററപ്റ്റ് യു. ഒരാൾക്ക് തടസ്സപ്പെട്ടു എന്ന് അവർക്ക് ബുദ്ധിമുട്ടായെന്ന് തോന്നിയാലും നമുക്ക് പറയാം ക്യാരി ഓൺ, ഐ ഡിഡൻറ്റ് മീൻ ടു ഇൻറ്ററപ്റ്റ് യു. അതുപോലെ ഒരാളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട് കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്, അല്ലെങ്കിൽ കണ്ടിന്യൂ ദ ഗുഡ് വർക്ക്. അതുപോലെ പറയാം ക്യാരി ഓൺ ദ ഗുഡ് വർക്ക്. ക്യാരി ഓൺ ദ ഗുഡ് വർക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് ലേണിംഗ് ഇംഗ്ലീഷ്. കീപ് practicing English. Please like, comment and subscribe to my channel for more videos. Thank you.